പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ലേറ്റായിട്ടോ വീഡിയോക്ക്, ഒരു മണിക്കൂർ ലേറ്റായിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ട് ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അത് ആദ്യം തന്നെ പുതിയതായിട്ട് കാണുന്നവർ ആദ്യം തന്നെ ഒന്ന് കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇത് ബാൽസമാണ് കേട്ടോ. അത് ബാൽസ, പിന്നെ ഇത് കാശിത്തുമ്പ എന്ന് ഇതിൻ്റെ വേറൊരു മോഡലുണ്ട് കാശിത്തുമ്പ കേട്ടോ. അതുകൊണ്ട് ഇത് നമ്മൾ ഇവിടെ വെറുതെ നിലത്ത് മുളച്ചുണ്ടായതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഒരു 2-3 കളർ ഇതിൻ്റെ അടുത്തുണ്ട്. ഇത് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഇപ്പോൾ പയറുണ്ടായിട്ടുണ്ട് കേട്ടോ. പയർ ഇവിടെ നിറയെ പയറാണ്. ഇവിടെ എൻ്റെ പയർ നിറച്ച് പയറുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ പടത്തി കുറച്ച് ദൂരത്തൊക്കെ പടക്കാനും വിട്ടിട്ടുണ്ട് കേട്ടോ. അതേമാതിരി ഇവിടെ വഴുതനങ്ങ ഉണ്ട്. പച്ചക്കറിയൊക്കെ നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട്. ഇവിടെ തക്കാളി ഒക്കെ പഴുത്തിട്ടുണ്ട്. തക്കാളി നമ്മൾ വെണ്ടൊക്കെ കായ തീർന്നു കേട്ടോ. നമ്മൾ പറിച്ചിട്ടിട്ടില്ല. നമ്മളടുത്ത് പുതിയ തൈകളില്ലാത്തത് കൊണ്ട് നമ്മൾ അത് ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അടിയിൽ നിന്നൊക്കെ വീട് ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് എത്തിയിട്ടാണ്. ഇവിടെ ഇങ്ങനെ പുതിയ തേപ്പുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേറെ തൈന് ഇത് ആവോളം നമ്മൾ അത് തന്നെ അവിടെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവിടെ ചെടികൾ ജലദോഷം പിടിച്ചിട്ടുണ്ട്. ഈ രാവിലെ മഞ്ഞല്ലേ, മഞ്ഞിൻ്റെ ഒരു ഇതുണ്ടായതുകൊണ്ട് നല്ല തണുപ്പും ഉണ്ട്. ഇപ്പോൾ രാവിലെ അതുവരെ നമ്മൾ ഈ ഒരു ചേമ്പ് കണ്ടില്ലേ, ഈ ചേമ്പിൻ്റെ ഇല ഉണ്ടോ, അതിൻ്റെ ഇല പുതിയൊരു ഇല ഉണ്ടായതാണ് കേട്ടോ. അടിയിലുള്ള ഇല മറ്റേ ആദ്യത്തേത് ആദ്യം വന്ന ഇലയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അടിയത്തതിൻ്റെ ആ ഗ്ലൈസിങ് കണ്ടില്ലേ, അത് തളിര ഇല ആയതുകൊണ്ടാണ് ആ ഗ്ലൈസിങ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. അത് ഈ ഭാഗത്തൊക്കെ നല്ല ഇലകളായിട്ട് ഇത് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അത് ഈ ഭാഗത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ജലദോഷം പിടിച്ചിട്ട്. അപ്പോൾ സൗണ്ടിന് കുറച്ച് കുറവുണ്ടാവും. ഇത് ഒരു മാസമാറിയാണ്. ഇതിൻ്റെ പേര് അറിയില്ല കേട്ടോ. നമ്മൾ പ്രാദേശികമായിട്ട് മാസമാറി എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഇലയാണ് കേട്ടോ അത്. അതുപോലെ തന്നെ അത് കണ്ടില്ല, ഇതിൻ്റെയും പേരറിയില്ല. ഒട്ടുമിക്ക ചെടീൻ്റെയും പേരറിയാത്ത ചെടികളാണ് കേട്ടോ അത് ഉള്ളത്. പിന്നെ നമ്മൾ ഈ മൊത്തത്തിൽ ചെടി ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് കാണിക്കുകയാണ് കേട്ടോ. നമ്മളെ വീട്ടിലുള്ള മൊത്തത്തിലുള്ള ചെടികൾ. അപ്പോൾ അതൊരൊറ്റ ഫ്രെയിമിൽ ഒരു വീഡിയോയിൽ കൊണ്ടുവരാനുള്ള ഒരിതാണ് കേട്ടോ. ഇതൊക്കെ നമ്മളെ ഒരു തലക്കന്ന് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ ചെടീൻ്റെ പേര് ഇതൊന്നും പറയണില്ല. നമ്മൾ അറിയണ ചെടിയാണെങ്കിൽ നമ്മൾ പേരൊന്നും പറയാതെ അങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ഫുള്ളായിട്ടാണ് കാണിക്കുക കേട്ടോ. നല്ല വെയിലുണ്ട്. വൈകുന്നേരത്തെ ആ ഒരു വെയിലാണ് കേട്ടത്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇത് ഓർക്കിഡാണ് കേട്ടോ. ഓർക്കിഡ് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു അടിയിൽ വേറൊരു തട്ടുണ്ട്. ഇത് 2 ലൈനായിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഒരു 10-60 ചട്ടിയോളം ഉണ്ട്. ഇത് ഇങ്ങനെ നമ്മളതൊരു എൽ ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഇതിന് കുറച്ച് കാശിത്തുമ്പ ബാൽസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളപ്പോൾ ഈ ചെടികൾ നമ്മൾ ഒരു ഒറ്റ നോട്ടത്തിലെല്ലാം ഒന്ന് കാണിക്കുക എന്നുള്ള ഒരൊറ്റ ഇതുള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. നമ്മളെ വീട്ടിൽ എത്ര ചെടി ഉണ്ട് എന്നപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ട് മനസ്സിലാക്കാം എന്നതേ ഉള്ളൂ കേട്ടോ. ഒരു തലക്കുന്ന് ഫുള്ള് നമ്മളെ വീട്ടിലുള്ള ചെടി ഒന്ന് കാണിക്കുന്നുണ്ട്. ഈ ഭാഗം ബിഗോണിയ ഉണ്ട്, അടീനിയ ഉണ്ട്. ഇതിന് നനച്ചപ്പോൾ ഈ ഒരു ചെടിക്ക് നനക്കാൻ മറന്നു കേട്ടോ. അത് ഇന്നലെയും നനക്കുന്നതിൽ പെട്ടിട്ടില്ല അതുകൊണ്ട് എന്തോ ഒറ്റൊരു വാടി. അതേമാതിരി ഇതും ഈ 2 ചെടി നമ്മൾ നനയിൽ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ വിട്ടുപോയത് നമ്മൾ വീണ്ടും നമ്മൾ നനക്കുമ്പോൾ നമ്മൾ ഈ ഉച്ചക്കൊക്കെ ഒന്ന് വന്ന് നോക്കണം നമ്മൾ. അല്ലെങ്കിൽ അതിങ്ങനെ പറ്റാണ്ട് ഉണങ്ങി പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം ഫുള്ള് നമ്മളിങ്ങനെ കാണിക്കുകയാണ് കേട്ടോ.
ഈ ഒരു സൈഡ് ഇപ്പോൾ ഫുള്ള് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കും. പിന്നെ ഇവിടെ കണ്ടില്ല, ഇത് സിറ്റ് ഔട്ടിലുള്ള ഇതാണ്, ആ ഭാഗത്തും ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് കുരുമുളകാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കുരുമുളക് അല്ലേ, ഇത് ഒരു ഒരു പ്രത്യേക ഒരു കുരുമുളകാണ് ഇത് കേട്ടോ. റോസുണ്ട് ഇവിടെ, ഇങ്ങനെ ഉണ്ട് ഇലച്ചെടികളാണിത് കേട്ടോ. തെച്ചിൻ്റെ കാലാവധി തീർന്നു, ഇനി പുതിയ ഉണ്ടായിട്ട് വേണം കേട്ടോ. അപ്പോൾ തന്നെ നമ്മളിവിടെ ഈ കാവി കളറ് തെച്ചി ഉണ്ടാവണുണ്ട് കേട്ടോ. ഈ ഭാഗം കഴിഞ്ഞ് നമ്മൾ മറ്റേ ഒരു ഭാഗത്ത് കാണിക്കാൻ പോവാട്ടോ. ഈ ഭാഗം കണ്ടില്ലേ, ഇത് പുല്ല് ഇട്ട ഭാഗമാണ് കേട്ടത്. വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ട് ഇവിടെ, ഈ ആലുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ നമ്മൾ നല്ല വെയിലാവും കേട്ടോ. ഇങ്ങനെ ഒരു 4 മണി ആയിട്ടുള്ളൂ, ഇവിടെയൊക്കെ നല്ല വെയിലാണ്. ഇവിടെ ചീര ഉണ്ട് കേട്ടോ. ചീരയ്ക്ക് നമ്മൾ കുറച്ച് വളം ഇട്ട് കൊടുത്തിരുന്നു. ഇതൊക്കെ നല്ല വഴുതനങ്ങ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. വഴുതനങ്ങ നല്ല കാ പിടിക്കുന്ന ഒരു വഴുതനങ്ങയാണ്. അതായത് ഒരു മുളകുണ്ട്, ഇതിനെന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചെടിക്ക് നമ്മളെന്നും നനക്കടാണ്, ഇന്നും നമ്മൾ ചീരക്ക് നനച്ചപ്പോൾ നനച്ചതാണ്. എന്ത് അതിന് പറ്റിയെന്ന് അറിയില്ല. ചില ഇതങ്ങനെയാണ്, നമ്മൾ എത്ര പരിപാലിച്ചിട്ടുണ്ടെങ്കിലും അതിങ്ങനെ നാശമായിക്കൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ ഈ ഭാഗം കാണിച്ചിട്ടില്ലല്ലോ, ഇങ്ങനെ ഒരു ഒറ്റനോട്ടത്തിൽ ഇങ്ങനെയാണ് കാണിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമ്മൾ പുതിയതായിട്ടാണ് കാണുന്നത് അപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. പിന്നെ അതുപോലെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. അങ്ങനെ അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ സംസാരം സൗണ്ട് കുറവ്, ഇത് ജലദോഷം പിടിച്ചതുകൊണ്ടാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇത് ഈ ഒരു തെച്ചി നല്ല ഇതിലുണ്ടാവണുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ കാണിച്ചാണ് ഈ മുളക് ചെമ്പരത്തി. നിങ്ങൾക്ക് അറിയാവോ, പിന്നെ മുളക് ചെമ്പരത്തി ഇങ്ങനെ തൂങ്ങിയിട്ട് നല്ല തിക്കായിട്ടുണ്ടാവും കേട്ടോ. നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ മുളക് ചെമ്പരത്തി പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ ഇത് കണ്ടോ, ഈ ശംഖ് പുഷ്പത്തിൻ്റെ ഇതിന്മേൽ പൂവുണ്ട് കേട്ടോ. ഒരു നീല കളറാണിത്, ശംഖുപുഷ്പത്തിൻ്റെ അതേ. പക്ഷേ ശംഖുപുഷ്പം അല്ല അത് കേട്ടോ, ശംഖുപുഷ്പ ചെടി വേറെയാണ്. അപ്പോൾ ഞാനിതൊക്കെ ഒരൊറ്റ നോട്ടത്തിൽ ഇങ്ങനെ കാണിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇതൊരു മഞ്ഞ കളറാണ് കേട്ടോ. അത് പൂട്ട് വരണേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് ഈ സൈഡ് ഇങ്ങനെ തല വരെ ഇങ്ങനെയാണ് കാണിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊരു 10-700 ചില്ലം ചട്ടികൾ ഇത് ചെടികളുണ്ട് കേട്ടോ. 700, അത് വലിയ ചട്ടി 10-700 ചില്ലം ചട്ടികളുണ്ട്. ഈ സൈഡിൽ ഇങ്ങനെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ തൂക്കുചട്ടികളാണ് കേട്ടോ. തൂക്കുചട്ടി ഇവിടെ ഇങ്ങനെ ഈ ഒരു തലക്കുന്ന ഇങ്ങനെ നിരനിരായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളെ വീട്ടിലുള്ള എല്ലാ ചെടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ട് നമ്മൾ ഉണ്ടെങ്കിൽ അത് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ്.
ഇതൊക്കെ ഇങ്ങനെ തൂക്കുചട്ടിയാണ് കേട്ടോ. ഈ ഭാഗത്ത് ഒക്കെ തൂക്കുചട്ടികളാണത്. വേണ്ടിയില്ല, ഒരു 40-40 തൂക്കുചട്ടികളുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഭാഗം തന്നെ കാണിച്ചിട്ടില്ല. ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡ് ഇങ്ങനെ പൂവ് ഇട്ട് വരുന്നുണ്ട്. ഒരു പല കളറും ഉണ്ട് കേട്ടോ നമ്മളടുത്ത്. അതല്ല നല്ല രീതിയിൽ അത്യായിട്ട് വളരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആന്തൂറിയ കേട്ടോ. ആന്തൂറിയങ്ങൾ ഇങ്ങനെ കണ്ടില്ലേ. ആന്തൂറിയൊക്കെ പൂവാവുന്നുണ്ട് കേട്ടോ. ആദ്യം പൂവിട്ടതൊക്കെ പിന്നെ കാലാവധി കഴിഞ്ഞും തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡിലും കൂടെ ഉണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലെ എല്ലാ ചെടികളും ഉൾപ്പെടുത്തണം എന്നാണ് കരുതിയിട്ടുള്ളത്. ഇനി ഏതെങ്കിലും വിട്ടുപോയ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കൂട്ടോ. ഇവിടെയൊക്കെ ചെറിയ നമ്മൾ നഴ്സറി പോലെ ഉണ്ടാക്കിയാണ് തൈകൾ വേര് പിടിപ്പിക്കുകയാണത്. തൈകളൊക്കെ കേട്ടോ. ഇതൊക്കെ വേര് പിടിച്ചതാണ് കേട്ടോ. ഇതൊക്കെ തൈകൾ ഇവിടെയൊക്കെ വേര് പിടിപ്പിച്ച് പുതിയ തൈകളാണ് കേട്ടോ. ഈ ഭാഗത്ത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അതും അറിയിക്കുക. പിന്നെ നമ്മുടെ തൂക്കാട്ടി ഒന്നുണ്ട് കേട്ടോ. തൂക്കാട്ടി അപ്പുറത്തും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഫുള്ള് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കും കേട്ടോ. ഇതൊരു വള്ളിച്ചെടിയാണ് കേട്ടോ. ഇതൊരു പൂ ഇങ്ങനെ ഉണ്ടാവും, ഒരു നീല കളർ. അതുപോലെ തന്നെ ഇവിടെ പിന്നെ റോസും ഉണ്ട് കേട്ടോ. പിന്നെ പുറത്ത് ഇത് നമ്മൾ മൺചട്ടിയാണ് കേട്ടോ. മൺചട്ടി ഉണ്ടാക്കിയത് ഇങ്ങനെ ഉണങ്ങി വരണുള്ളൂ. അപ്പോൾ വിള്ളലുള്ളിടത്തൊക്കെ നമ്മളിങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് പാച്ച് ചെയ്ത് ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് വെള്ളം ഒന്ന് ഇതാക്കിയിട്ടൊന്ന് മിനുസം കൂട്ടണം. അപ്പോൾ ഇത് നല്ല ഉണങ്ങി കേട്ടോ. അത് നമ്മൾ ചുട്ടെടുക്കാനായിട്ടുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ ചെടി. ഇതൊരു പുതിയൊരു ചെടി നമ്മൾ നട്ടെടുത്തിട്ടുള്ളൂ. ഇന്നിങ്ങനെ നമ്മൾ അങ്ങനെ ഒരുപാട് ഇനി കാണിക്കാം കേട്ടോ. ഉണ്ട് കേട്ടോ. ഒരു വലിയൊരു വീഡിയോ ലെങ്ത്ത് ഒരു വീഡിയോ ആവും കരുതിയിട്ട് നമ്മൾ അത് നിർത്തുകയാണ് കേട്ടോ. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.